ഇപ്പം നമ്മൾ ഈ ഡോക്യുമെൻ്ററിയിൽ കണ്ട ആ ഒരു സെക്യൂരിറ്റി, ആ ഒരു പ്രായമായ സ്ത്രീ, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്കാരല്ലേ? എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി താലൂക്ക്. സാറേ 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 ഇവിടെ ഫോം കിട്ടും സാറേ. സാറേ സാറേ ഓ പള്ളി താലൂക്ക്. തമ്പുരാട്ടി രാവിലെ വരെ വന്നു. ആ ഉഷാക്ക ഇന്ന് നേരത്തെ ആണല്ലോ. ആ ജീവിക്കാൻ ആഗ്രഹമുള്ളവർ നേരത്തെ വന്ന് ജോലി ചെയ്യും. ഒരു ചോദ്യം മക്കളവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർ. എന്തുവാ? അല്ല മോൾക്ക് ഫീസ് അടക്കണമെന്ന് പറയുമായിരുന്നു. ആ ചേട്ടാ ഫോം ഫില്ല് ചെയ്യണോ? ചേട്ടാ ഞാൻ തരാം ചേട്ടാ, നല്ല ഫോം, നല്ല ഒന്നാം തരം ഫോം തരാം ചേട്ടാ. ചേട്ടോ അങ്ങ് ഫില്ല് ചെയ്തു. ആ ചേച്ചി, കോട്ട് സ്റ്റാമ്പ്, ബോണ്ട് പേപ്പർ, നല്ല ഒന്നാം തരം കൈയെഴുത്തി ഫോമും ഫില്ല് ചെയ്ത് തരാം. എഴുതട്ടെ ചേച്ചി? ഒന്നാം തരം കഴിച്ച 10ാം ക്ലാസ് പാസ്സാത്ത നീ ഒന്നാം തരം കഴിച്ച എപ്പം അങ്ങോട്ട് എഴുതി കൊടുക്കും. മലയാളത്തിന്റെ ABCD എടുത്ത് നിങ്ങൾ വർത്തമാനം പറയാൻ പറ്റല്ലേ? കഴിഞ്ഞോട്ട് സംസാരിക്കണം. മലയാളത്തിൽ എവിടെയാണ് ABCD? നിങ്ങളാരും ഇവിടുത്തെ പ്രസിഡന്റ്? ഞാൻ പ്രസിഡന്റ്. സീനിയോറിറ്റി എനിക്ക് തന്നെയാ. സീനിയോറിറ്റി? നിങ്ങളെ സീനിയോറിറ്റിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസമേ നിങ്ങൾ ഒരുത്തിന് ഇവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തില്ലേ? അവൻ ആ ഫോമുമായിട്ട് അകത്തേക്ക് ചെല്ലേണ്ട താമസം ആ ആഫീസർ അവന്റെ മൊത്തം ഫോം വലിച്ചെറിഞ്ഞില്ല. സർക്കാർ ഓഫീസല്ലേ? വെളിയെന്നാ മതി. എന്താ ഫോം ഒന്ന് കൊടുത്തിട്ട് ആ കച്ചവടമൊക്കെ വെളിയെ നടത്തിയാൽ മതി, അവിടെ നടത്തിയാൽ മതി. എന്നെ വേല ചെയ്യാൻ സമ്മതിക്കുന്നില്ല സാറേ. വേല ചെയ്യാൻ സമ്മതിക്കുന്നു? അതെന്തിനാ ഇവിടെ പറയുന്നത്? പുതിയ സെക്യൂരിറ്റിയാ. ആനയും പേടിക്കണം, ആന പിണ്ടത്തെയും പേടിക്കണം. നടപ്പ് കണ്ട അയച്ചിയ പോലെയാ. വണ്ടി അവിടെ ഒതുക്കിട്ടെ. അമ്മച്ചേ അമ്മച്ചേ, ബഡ്ജറ്റിന്റെ മീറ്റിംഗ് നടക്കുക. സാറിനെ ഒന്ന് കാണണം. എന്റെ പൊന്ന അമ്മച്ചി 2 മണിക്ക് ശേഷം പറ്റത്തില്ല. അങ്ങോട്ട് മാറിയില്ലേ? അങ്ങോട്ട് മാറിയില്ലേ? ആ ബൈക്ക് ഹെൽമെറ്റ് അങ്ങോട്ട് മാറ്റിയില്ല. അമ്മച്ചി അവിടെ 2 മണിക്ക് ശേഷം. പൊന്ന അമ്മച്ചി എന്നെ തെരുവിളി ഏൽപ്പിക്കരുത്. അങ്ങോട്ട് മാറി അമ്മച്ചി, അവിടെ മാറി. അവിടെ ഈ തള്ള പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. അമ്മച്ചി അകത്തോട്ട് കയറുതാ. വെളിയേറി എന്റെ സ്വഭാവം പറഞ്ഞു. വെളിയേറി എന്ത് വരാതെ ഉണ്ടെങ്കിൽ എന്നാ സാറേ ഇത്? എന്താണെന്നറിയത്തില്ല. പറമ്പി കാക്ക എത്തു വീണാലും ഒണ്ണ കോർപ്പറേഷനിലോട്ടാ. എന്നെ പറ്റി അമ്മച്ചി? എന്നെ പറ്റി കരയാതെ അയ്യോ എന്നെ പറ്റി അമ്മച്ചി? എന്നാ പറ്റി അമ്മച്ചി? കരയാതെ അമ്മച്ചി, കരയാതെ കാര്യം പറഞ്ഞേ. മോനെ ഉണ്ടായിരുന്ന വീട് മഴയത്ത് പോയി. ചുരുണ്ട് കൂടി കിടക്കാൻ ഒരിടല്ല മോനെ എനിക്ക്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വന്ന് പറഞ്ഞ ദുരിതാശ്വാസത്തിൽ നിന്ന് ഇത്തിരി കാശ് കിട്ടുന്നു പറഞ്ഞു. അതിന് ഇവിടുത്തെ സാറുമാരെ കാണാൻ വന്നതാണ് എന്റെ മോനെ ഞാൻ. എന്നിട്ട് അമ്മച്ചി ഓഫീസറെ കണ്ടില്ലേ? കേറ്റി വിടണ്ട എന്റെ മോളെ. അയ്യോ എന്റെ അമ്മച്ചി, അതിന് അമ്മച്ചി വന്നെ വരണമെന്നില്ല. വീട്ടിൽ നിന്ന് മക്കളെ ആരെങ്കിലും പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? മക്കളൊന്നുമില്ല. ഉണ്ടായിരുന്നു അവന്റെ പാദം നോക്കി പോയി. ആരുമില്ല എനിക്ക്, ആരുമില്ല എന്റെ കുട്ടിയെ. ഇവരൊക്കെ ശമ്പളം വാങ്ങിച്ച് എന്റെ സാറേ വയസ്സായി തള്ളയുടെ കാര്യം നോക്കാനോ നിങ്ങളെ മീറ്റിംഗ് നടന്നു? എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവിടെ മീറ്റിംഗ് നടക്കുക. അമ്മച്ചിയുടെ പ്രശ്നം എന്തുവാ? എന്റെ സാറേ വീടും കിടപ്പാടോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഈ അമ്മച്ചിയെ ഇങ്ങനെ തെരുവിലോട്ട് ഇറക്കി വിടല്ലേ സാറേ? നിങ്ങൾക്ക് മനുഷ്യൻ പറ്റില്ലേ? എന്റെ ഗതികേട് കൊണ്ടാ. അമ്മച്ചി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ദുരിതാശ്വാസത്തിന്റെ? ആപ്ലിക്കേഷൻ ഒന്നും എഴുതാൻ എനിക്ക് അറിയില്ല. ഒരു ആപ്ലിക്കേഷൻ ഫോം എഴുതി അമ്മച്ചിക്ക് ആപ്ലിക്കേഷൻ ഞാൻ തരാം. അതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വാ. വേഗം ആയിക്കോട്ടെ, ഇപ്പൊ എഴുതി തരാം. അമ്മച്ചി വിഷമിക്കാതെ. അമ്മച്ചി, അമ്മച്ചിയുടെ പേരെന്താ അമ്മച്ചി? ജാനകി അമ്മ. ജാനകി അമ്മ. അമ്മ. വയസ്സ് 75. സ്ഥലം എവിടെയാ അമ്മച്ചി? എളമക്കര. എളമക്കര. അമ്മച്ചിക്ക് ഒപ്പിടാൻ അറിയാവോ? അതായത് അമ്മച്ചി ആ തള്ളവെല്ലാം ഇങ്ങോട്ട് കാണിച്ചു. ഇവിടെ 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 അങ്ങോട്ട് പതിച്ച് എടാ ഒന്ന് വേഗം ഇങ്ങോട്ട് കൊടുത്തടാ. ശരിയാവോ മോനെ? ശരിയാവും അമ്മച്ചി, ശരിയാവും. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നാടാ? അകത്ത് ആഫീസർമാർക്ക് വല്ലതും കൊടുക്കണ്ടേ?
എൻ്റെ കയ്യിൽ ഒന്നുമില്ല മോനെ കൊടുക്കാൻ. 5 പൈസ ഇല്ല എൻ്റെ കയ്യിൽ. സാരമില്ല അമ്മച്ചി, വിഷമിക്കണ്ട. എൻ്റെ കയ്യിലുണ്ട് അമ്മച്ചി, എൻ്റെ കയ്യിലുണ്ട്. എന്നാ ഈ അമ്മച്ചി ഇതേ ഈ 50 രൂപ ആ ആഫീസറിന്റെ കയ്യിലോട്ട് എടുത്ത് അങ്ങോട്ട് കൊടുക്കാം. അമ്മച്ചിയുടെ കാര്യം നടക്കും. അമ്മച്ചി ഇതാ ഇത് ഇരിക്കട്ടെ. ഇതേ 50 രൂപ എപ്പോ തിരിച്ചു തരും നിങ്ങൾക്ക്? ഈശ്വരാ. അമ്മച്ചി ഇത് ഞങ്ങൾക്ക് തിരിച്ചു തരണ്ട കേട്ടോ. അമ്മച്ചി കരയാതിരിക്കും. അമ്മച്ചി ധൈര്യമായിട്ട് ഈ ഫോൺ കൊണ്ട് അകത്ത് ആഫീസർക്ക് കൊടുക്കും. അമ്മച്ചി ഇവിടെ നിൽക്കും. അമ്മച്ചി വിഷമിക്കാതെ. സാറേ സാറേ പൈസ ആദ്യം കൊടുത്തേക്കണം കേട്ടോ. സാറേ ഇതൊന്ന് പിടിക്കാം. വീടും കൂടി ഇല്ലാത്ത ഒരു തള്ളയുടെ വിഷമം. എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരുന്നു സാറേ. സാറേ ഞാൻ സാറിന്റെ കാല് വീഴാം സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താന്റെ സാറേ. എൻ്റെ അമ്മച്ചി ഇങ്ങോട്ട് നോക്കിയേ, പിടിച്ചേ. എനിക്ക് ശമ്പളം സർക്കാർ തരുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ട കേട്ടോ. ഇപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും കാശ് മേടിക്കാറില്ല. അമ്മച്ചി ധൈര്യമായിട്ടില്ല. ഇവിടെ തിരക്കായതുകൊണ്ടാ. അമ്മച്ചിയുടെ ആപ്ലിക്കേഷൻ കേട്ടെ, ഇത് ഞാൻ ശരിയാക്കും. ഇന്ന് എന്തായാലും നടക്കത്തില്ല. അമ്മച്ചി പൊക്കും. നാളെ രാവിലെ ഞാനിത് ശരിയാക്കി വെക്കും. അമ്മച്ചിയുടെ മോനാ പറയുന്നത് കേട്ടോ. നന്നായി വരും എൻ്റെ മക്കളെ, നിങ്ങളെല്ലാരും നന്നായി വരും. ഈ ആദ്യം ഇവരുടെ ഈ ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ അതിൽ നിന്ന് ഇവരെന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളതിൻ്റെ ഒരു ചിന്തയിലായിരുന്നു ഞാൻ നേരത്തെ പറയും ചെയ്തു. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരു സാധനം, ഒരു കല ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥ കലാകാരന്മാർ. ഒന്നുമില്ലാത്ത ഒരു കരിങ്കല്ലിനെ കൊത്തി മനോഹരമായ ഒരു പ്രതിമയാക്കുന്ന മാതിരി നമ്മളത് ഡോക്യുമെൻ്ററി മാറ്റി ജീവിത സംഭവങ്ങൾ ചേർത്ത് അതിനൊരു കലാരൂപമാക്കുമ്പോഴാണ് അതിനൊരു ആസ്വാദകരുണ്ടാകുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിത് കണ്ടപ്പോൾ ശരിക്കും ഈ ഗവൺമെൻറ് ഓഫീസുകളുടെ മുമ്പിൽ കടുത്ത ഹിപ്പോക്രസിയാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ടപ്പോൾ, ഇതിൻ്റെ പ്രമേയം കണ്ടപ്പോൾ പല ഭാഗങ്ങളിലും കണ്ണു നിറഞ്ഞു പോയി. അത്രയ്ക്ക് നന്നായിരുന്നു. എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരുടെയും കോസ്റ്റ്യൂംസും കറക്റ്റാണ്, ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ഡയലോഗ് റെൻഡറിങ്, സ്പീഡ് എല്ലാം. എനിക്കിത് എന്താ പറയുക, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ ഇരുന്ന് കണ്ണ് നനയിക്കാൻ കഴിഞ്ഞില്ലേ നിങ്ങളെ, അതാണ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്. ഗ്രേറ്റ്, വെരി ഗുഡ്. എക്സലൻറ്റ് പെർഫോമൻസ്. ഓരോരുത്തരും നന്നായിരുന്നു. ടോട്ടാലിറ്റി ഉണ്ടായിരുന്നു അതിന്. തീം വൈസ് നന്നായിരുന്നു. സോഷ്യൽ റിലവൻ്റ് ആണ്. പിന്നെ ഞാനിതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൊരു സാധനം, ഇങ്ങനെയുള്ളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളവരും ഉണ്ടാവട്ടെ, ഇതൊരു ഉട്ടോപ്യൻ സങ്കല്പമാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. വളരെ വിരളമാണത് കാണാൻ. നമുക്ക് നാടകങ്ങളിലും സിനിമകളിലും മാത്രമേ അത്തരം കഥാപാത്രങ്ങളെ സാധാരണഗതിയിൽ കാണാൻ പറ്റാറുള്ളൂ. അതാരെങ്കിലും ഇൻസ്പയർ ചെയ്യുമെങ്കിൽ ആവട്ടെ. കാരണം അതാണ് നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ്, കലാകാരന്മാർ എന്നുള്ളതിൽ നിങ്ങൾക്ക് സമൂഹത്തോട് എപ്പോഴും അങ്ങനെ പറയാനുണ്ടാവണം. അത് ഏതെങ്കിലും ഒരു 1-2 പേരെങ്കിലും നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാവട്ടെ എന്നുള്ളതാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പ്ലീസ് കീപ് ദ സെയിം സ്പിരിറ്റ്. അടുത്ത പെർഫോമൻസുകളിലൊക്കെയും ഇങ്ങനെ തന്നെ വരണം. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ ഫസ്റ്റ് കൺഗ്രാജുലേഷൻസ് ഫോർ സെലക്ടിങ് സച്ച് എ സബ്ജക്റ്റ് വെരി ക്ലോസ് ടു റിയാലിറ്റി. അത്രയും ടച്ചിങ് ആയിരുന്നു അത്. വളരെ നന്നായിരുന്നു. ഈവൻ ഡോക്യുമെൻറ്റേഷൻ ഈസ് വെരി ഗുഡ്. നിങ്ങൾ പോയി ഇങ്ങനെ ഒരു ഇത് സെലക്ട് ചെയ്തതിന് ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ നിങ്ങൾ 4 പേരും യു ഡിഡ് ഫുൾ ജസ്റ്റിസ് ടു വാട്ട് എവർ ജോബ് യു ആർ സപ്പോസ് ടു ഡു. സോ ഓൾ ഫോർ ഓഫ് യു ഗുഡ് ലക്ക്. വളരെ നന്നായിരുന്നു. താങ്ക് യു.